ഇനി എന്ത് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു രാത്രിയിൽ ആ പെരുവഴിയിൽ കൂടി നടക്കുമ്പോൾ അവൾക്കുണ്ടായിരുന്നത്. തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓടി. ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് നോക്കുന്നുണ്ട്. ഭയം അവളുടെ കണ്ണുകളിൽ തളം കെട്ടി കിടക്കുന്നുണ്ട്. അവളുടെ കാലുകൾ മുറിഞ്ഞു, അതിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട്. ഒരു നിറം മങ്ങിയ സാരിയാണ് വേഷം. അതിൽ പലയിടത്തും ചെളിയും രക്തക്കറയുമുണ്ട്. ബ്ലൗസിൻ്റെ കൈഭാഗം കീറിപ്പറഞ്ഞുമാണ് കിടക്കുന്നത്. പുറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ആരോ വരുന്നത് പോലെ. അവൾക്കുള്ള ധൈര്യം ഇല്ലാതെയാവുന്നത് അവൾ അറിഞ്ഞു. വയ്യ, ഒരിക്കൽ കൂടെ അയാളുടെ കയ്യിൽ കിടന്ന് നിറയിക്കാൻ. അതിലും നല്ലത് മരണമാണ്. അവൾ പുറകോട്ട് നോക്കി ഓടിയതുകൊണ്ട് മുന്നിൽ നിന്നും വന്ന വണ്ടി കണ്ടില്ല. പെട്ടെന്നായതുകൊണ്ട് ആർക്കുമൊന്നും ചെയ്യാനും പറ്റിയില്ല. വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോഴേക്കും അവൾ നിലത്തേക്ക് വീണുപോയിരുന്നു. വഴിയിൽ ആരോ വീണു എന്ന് മനസ്സിലായതും വണ്ടി ഓടിച്ചിരുന്ന ആൾ ദേഷ്യം കൊണ്ട് സ്റ്റിയറിങ്ങിൽ ഇടിച്ചു. നാശം പിടിക്കാൻ ഓരോ മാരണങ്ങൾ എൻ്റെ വണ്ടിയുടെ മുന്നോട്ട് തന്നെ കെട്ടിയെടുത്തോളും. എടാ വാ, ഇറങ്ങി നോക്കാം, കൂടെ ഉണ്ടായിരുന്നവൻ അവനോടായി പറഞ്ഞു. പൊക്കോണം അവിടുന്ന്, വേറെ പണിയൊന്നും ഇല്ലേ നിനക്ക്? നീ പോടാ, നേരം കളയാതെ വാടാ. ഇറങ്ങി നോക്ക്, ഞാൻ വരില്ല, അവൻ പറഞ്ഞു. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവൻ വേഗം ഇറങ്ങി അങ്ങോട്ട് ചെന്നു. മുഖം ചോരയിൽ കുതിർന്നതിനാൽ ആളെ അവന് മനസ്സിലായില്ല. ഡാ, ഒന്ന് വന്നേ പ്ലീസ്, ഒരു പെണ്ണാണ് ഡാ. ഓ, നാശം പിടിക്കാനായിട്ട് ദാ വരുന്നു. അവൻ ആ ബ്ലാക്ക് കളർ താറിൽ നിന്നും ഇറങ്ങി ഒന്ന് മൂരി നിവർന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഒരുത്തൻ. കഴുത്തൊപ്പം നീട്ടിയ മുടിയും ഷേപ്പ് ചെയ്തിരിക്കുന്ന താടിയും കുഞ്ഞിക്കണ്ണുകളും അതിൽ നിറഞ്ഞിരിക്കുന്ന ദേഷ്യവും. അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഒരു കുരിശുമാലയും അതവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു വെള്ള ഹാഫ് ജുബയും ഒരു ബ്ലാക്ക് കര വരുന്ന വെള്ളമുണ്ടുമാണ് വേഷം. അവനാണ് കളത്തിപ്പറമ്പൻ ഡയലൻ സാമുവൽ ജെയിംസ്. അവൻ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയെ കൈകൊണ്ട് പുറകോട്ടാക്കി മുന്നിലേക്ക് നടന്നു. മുന്നിൽ കിടക്കുന്ന ആ പെണ്ണിലേക്കും അവളെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവൻ്റെ ആത്മമിത്രം ആരോണിലേക്കും അവൻ്റെ കണ്ണുകൾ ചെന്നു. അവൻ വേഗം തന്നെ അവളെ കൈകളിൽ കോരിയെടുത്ത് വണ്ടിയിലേക്ക് നടന്നു. ആരോൺ അവന് ഡോറ് തുറന്നു കൊടുത്തു. ഡയലിൻ്റെ മടിയിൽ അവളെ കിടത്തി ആരോൺ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അവൻ പതിയെ അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകളിൽ മാറ്റി അങ്ങോട്ടേക്ക് നോക്കി. നെറ്റിയിലായിട്ടുണ്ട് ഒരു മുറിവ്. അവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അവൻ വേഗം അവൻ്റെ കൈകൾ അവിടെ അമർത്തി വെച്ചു. പതിയെ അവളൊന്ന് കണ്ണുകൾ തുറന്നു. അതുപോലെ തന്നെ ആ കണ്ണുകൾ അടഞ്ഞുപോയി. എന്നാൽ അവൻ അവളുടെ നീലം മിഴിയിൽ കുടുങ്ങിപ്പോയിരുന്നു. അതിൻ്റെ ആഴങ്ങളിൽ ഒളിക്കാൻ തോന്നി അവന്. ആ നീലം മിഴികൾ അവനോട് എന്തോ പറയുന്നത് പോലെ തോന്നി അവന്. ഡാ, ഒന്ന് വേഗം പോടാ ആരോണി. അവൻ അലറുകയാണോ എന്ന് ആരോണിന് തോന്നി. അതേസമയം കുറച്ചു മുന്നേ അവനെ ഒന്ന് പുറത്തിറക്കാൻ താൻ കെഞ്ചിയത് അവന് ഓർമ്മ വന്നു. ഇവന് ഇത്ര പെട്ടെന്ന് എന്തു പറ്റി? ഒന്ന് വേഗം പോടാ. അതുകൊള്ളാം, ഇവൻ കാണിക്കുന്നത് കണ്ടാൽ തോന്നും ഞാനാണ് ഇവളെ ഇടിച്ചതെന്ന്. വെള്ളവും അടിച്ച് ബോധവും ഇല്ലാതെ അതിനെ നെഞ്ചത്ത് കൊണ്ട് കയറ്റിയതും പോരാ, ഇപ്പം എന്നോട് ചൂടാവുന്നു. വേഗം തന്നെ ഹോസ്പിറ്റലിലെത്തി. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല. വേഗം തന്നെ ഡോക്ടർ അവളെ നോക്കാൻ വന്നു. ആരോണും ഡയലിനും അവിടെ പുറത്ത് തന്നെ നിന്നു. അവൻ്റെ വെള്ള ജുബ നിറയെ അവളുടെ ബ്ലഡായിരുന്നു. അതിലേക്ക് നോക്കവേ ഒരു വേദന തന്നെ പൊതിയുന്നത് അവൻ അറിഞ്ഞു. ഒരിക്കൽ കൂടെ നീലമിഴികൾ കാണാൻ അവന് തോന്നി. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു. ആ കുട്ടി നിങ്ങളുടെ ആരാണ്? ഡോക്ടർ അവരോട് ചോദിച്ചു. ഇവൻ്റെ ഭാര്യ, ആരോൺ പറഞ്ഞു. ഇവൻ്റെ പെങ്ങൾ, ഡയലനും പറഞ്ഞു. രണ്ടുപേരും ഒരേ സമയം പറഞ്ഞു. പരസ്പരം നോക്കി കണ്ണുരുട്ടാനും മറന്നില്ല. എന്താ, ഏതെങ്കിലും ഉറപ്പിക്ക്, ഡോക്ടർ പറഞ്ഞു. അതായത് ഡോക്ടർ, എൻ്റെ പെങ്ങൾ ഇവൻ്റെ ഭാര്യ. ഇപ്പം ശരിയായില്ലേ? ആരോൺ തിരുത്തി പറഞ്ഞു കൊടുത്തു. ഓ അങ്ങനെ, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. നോക്ക്, ആ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ്. 2-3 ദിവസമായിട്ടുണ്ട് ശരിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. പോരാത്തതിന് ആരൊക്കെയോ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദേഹത്ത് അവിടെവിടെയായി ഒരുപാട് മുറിവുകളുണ്ട്. പോരാത്തതിന് ആ കുട്ടി അബോർഷനുമായിട്ടുണ്ട്.
എന്താ? അവനറിയാതെ ചോദിച്ചു പോയി. എന്താ ഭാര്യൻ അബോഷനായത് ഭർത്താവ് അറിഞ്ഞില്ലേ? ഡോക്ടർ ചോദിച്ചു. അത് ഞാൻ അവൻ എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ആ കുട്ടിയുടെ ആരുമല്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ പോലീസിൽ ഞങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഭയന്നായിരിക്കും. അതെ ഡോക്ടർ. ഓക്കെ, എന്നാലും ആ കുട്ടി ആരാ എന്താ എന്നും അറിയാത്ത സ്ഥിതിക്ക് നിങ്ങൾ തന്നെ അവളെ നോക്കണം. ഇപ്പോൾ അവൾ നിങ്ങളുടെ അടുത്താണ് സേഫ്. ഒരു ഡോക്ടറായിട്ടല്ല, ഒരച്ഛനായിട്ടാണ് ഞാൻ പറയുന്നേ. ശരി ഡോക്ടർ, ആരോൺ പറഞ്ഞു. നാളെ ഡിസ്ചാർജ് ആക്കാം. പിന്നെ നല്ലോണം അവളെ കെയർ ചെയ്യണം. അബോർഷനായിട്ട് 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ. പുറത്തിറങ്ങി അവിടെ കണ്ട ചെയറിൽ അവർ ഇരുന്നു. എടാ, നിന്റെ ഡ്രസ്സാകെ ബ്ലഡല്ലേ. ഞാൻ പോയി അടുത്ത് വല്ല കട ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരാം. അവനൊന്നും പറഞ്ഞില്ല. ഏതോ ലോകത്തെന്ന പോലെ ഇരുന്നു. ആരോൺ അവനെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയി. അതേസമയം അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. താൻ ആഗ്രഹിച്ചത് മറ്റൊരാളുടെ സ്വന്തമായതാണ് എന്നത് അവനെ വല്ലാതെ തളർത്തി. അതേസമയം ഒരുപാട് ചോദ്യങ്ങൾ അവനിൽ നിറഞ്ഞു നിന്നു. അവൾക്കെന്താ പറ്റിയത്? അവളുടെ ഭർത്താവ് എവിടെ? അവൾ എങ്ങനെ അവിടെ എത്തി? അതും ഈ രാത്രിയിൽ. ആരാ അവളെ ഉപദ്രവിക്കാൻ നോക്കിയത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവനെ വലച്ചു. പക്ഷേ അതിലും തെളിച്ചത്തോടെ അവളുടെ നീലമിഴികൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. എൻ്റേതാ, അവൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നി അവന്. അതേസമയം അവൾ മറ്റൊരാൾക്കുള്ളതാണ് എന്ന് ബുദ്ധി അവനോട് വാദിച്ചു. അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. കണ്ണുകൾ അടച്ചാൽ ആ നീലമിഴികൾ മാത്രം, അത് തന്നെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ തോന്നി അവന്. അവൻ അവളെ കാണാൻ തോന്നി, അവളുടെ അടുത്തിരിക്കാൻ, അവളുടെ വേദനയിൽ ആശ്വാസം പകരാൻ. അതേസമയം ഡോക്ടർ പറഞ്ഞത് അവന് ഓർമ്മ വന്നു. അവൾ അബോഷനായത്, അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ തയ്യാറായതാണ്. ഒരുപക്ഷെ അവളുടെ ഭർത്താവ് അവളെ തിരക്കി വന്നാൽ, അവൾ അയാളുടെ കൂടെ പോയാലോ? അവൻ്റെ ചിന്തകൾ കാടുകയറി. അതേസമയം അവന് അത്ഭുതം തോന്നി. ആദ്യമായി കണ്ടൊരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ തോന്നുമോ? അതും കല്യാണം കഴിഞ്ഞൊരു പെണ്ണ്. അറിയില്ല ഒന്നും. ഈ പ്രണയം തനിക്ക് വിധിച്ചതോ അതോ വിലക്കപ്പെട്ടതോ? പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവളെ താൻ പ്രണയിക്കുന്നു. അവളെ കാണാതെ പറ്റില്ല എന്ന് മനസ്സിലായതും അവൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താടോ ഈ സമയത്ത്? അത് പിന്നെ ഡോക്ടർ, അവളെ എനിക്കൊന്ന് കാണാൻ. അവിടെ നേഴ്സുണ്ട്, പൊയ്ക്കോളൂ. താങ്ക്സ് ഡോക്ടർ. അവൻ അവിടെ നിന്നും വേഗത്തിൽ നടന്നു. എങ്ങനെയെങ്കിലും അവളെ ഒരു നോക്ക് കാണാൻ അവൻ്റെ ഉള്ളം തുടിച്ചു. അവൻ അകത്തേക്ക് കയറിയതും നഴ്സ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഉണർത്താൻ നിൽക്കണ്ട കേട്ടോ, നല്ല വേദന കാണും, അധികം സ്ട്രെയിൻ ചെയ്യിക്കാതെ നോക്കണം, നഴ്സ് അവനോട് പറഞ്ഞു. ശരി. അവർ പുറത്തേക്ക് പോയതും അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. ആകെ വാടി തളർന്നാണ് കിടക്കുന്നത്. മുഖത്തെ ചോരക്കറയെല്ലാം പോയിട്ടുണ്ട്. നെറ്റിയിലുള്ള മുറിവ് കെട്ടിവെച്ചിട്ടുണ്ട്. ചുണ്ടിൻ്റെ സൈഡ് മുറിഞ്ഞിട്ടുണ്ട്. അവിടെയും മരുന്ന് വെച്ചിട്ടുണ്ട്. അവൻ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കണ്ടത് മുഖത്താരോ തല്ലിയ പാടുണ്ട്. അത് കണ്ടതും അവന് ദേഷ്യമടക്കാൻ സാധിച്ചില്ല. സാരി മാറ്റി ഹോസ്പിറ്റൽ ഗൗണാണ് ഇട്ടേക്കുന്നേ. കഴുത്തിലും മുറിവുകളുണ്ട്. അവൻ അതെല്ലാം കണ്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെയായി. എൻ്റെ പെണ്ണ്. ആ നിമിഷം അവനിൽ ആ ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ്റെ നോട്ടം അവളുടെ വയറിലെത്തി. എന്തോ അവന് സങ്കടം തോന്നി. അവൻ പതിയെ അവളുടെ വയറ്റിലൊന്ന് തൊട്ടു. കുഞ്ഞ. അവൻ അവിടെ നിന്നും കൈ പിൻവലിച്ചു. പതിയെ ഒരു കസേരയിലിരുന്നു. അവൻ ആ നീലമിഴികൾ കാണാൻ തോന്നി. അവൻ കസേര കുറച്ച് മുന്നോട്ട് വലിച്ച് കുറച്ച് കുനിഞ്ഞ് ആ മിഴികൾ പതിയെ അത്രയും മൃദുവായി ചുണ്ടുകൾ ചേർത്തു. പിന്നെ അവളുടെ വലത് കരമെടുത്ത് അവൻ്റെ കയ്യിൽ വെച്ച് പതിയെ തലോടിക്കൊണ്ടിരുന്നു. കയ്യിലും എന്തോ കൊണ്ട് വരഞ്ഞതുപോലെയുള്ള പാടുകൾ ഉണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ജീവിതത്തിൽ അവൾ ഒരുപാട് അനുഭവിച്ചു എന്നവന് മനസ്സിലായി. അവൻ്റെ കണ്ണുകൾ ചുവന്നു. ആരായാലും വെറുതെ വിടില്ല ഞാൻ. മരണത്തേക്കാൾ വലിയ ശിക്ഷ ഞാൻ തന്നിരിക്കും. കുറച്ചു നേരം കൂടെ അവൻ അവിടെ ഇരുന്നു. പിന്നെ ഒന്നുകൂടെ അവളുടെ മിഴികളിൽ ചുണ്ടുകൾ ചേർത്ത് പുറത്തേക്കിറങ്ങി. അവനെ നോക്കി ആരോൺ അവിടെ ഉണ്ടായിരുന്നു.
എന്താ മോനെ ഡൈലൻ സാമുവൽ ജെയിംസ്, ഒരു ഇളക്കം? കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നു. വണ്ടിയിൽ വെച്ചുള്ള പരാക്രമവും ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോഴുള്ള ഭാവവും പിന്നെ ദേ ഇപ്പോൾ കാണിക്കുന്നതുമെല്ലാം. എന്താ മോനെ ഇതിൻ്റെയൊക്കെ അർത്ഥം? പിന്നെ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ ആ കൊച്ചു നിൻ്റെ ഭാര്യയാണ് എന്ന് തമാശ പറഞ്ഞതാ. അത് മോനെ കാര്യമാക്കേണ്ട. പക്ഷേ നീ അവളെൻ്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ടിങ് എടുത്തോളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടുള്ള സന്ദർശനം വേണ്ട കേട്ടോ. അവൾക്കിവിടെ നല്ലൊരു ആങ്ങളയുണ്ട്. പോടാ. പിന്നെ അർത്ഥം കണ്ടുപിടിക്കാൻ നീ ആരാ, ഡിക്ഷണറിയാണോ? എണീച്ച് പോടാ അവിടുന്ന്. അവനൊരു ആങ്ങള വന്നേക്കുന്നു. എടാ അതൊക്കെ പോട്ടെ, ആ കൊച്ച് കണ്ണു തുറന്നു. എന്തായി? ഇല്ലടാ, നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഉണർത്തണ്ടെന്ന് പറഞ്ഞു. എന്നാ പോയി ഡ്രസ്സ് മാറി വാ, നിറയെ ചോരയാ. ആരോൺ കയ്യിലുണ്ടായിരുന്ന കവർ അവന് കൊടുത്തിട്ട് പറഞ്ഞു. ഞാൻ പോയാൽ? ഞാൻ നിൽക്കാടാ ഇവിടെ, പോയിട്ട് വാ. അവൻ പതിയെ ഒന്ന് മൂളി. എടാ ഒരു കാര്യം മറന്നു. ഒരു നേഴ്സ് അവളുടെ നെയിം ചോദിച്ചു രജിസ്റ്ററിൽ എഴുതാൻ. നമ്മൾ വന്നപ്പോൾ അവളെ നേരെ അങ്ങോട്ട് കയറ്റിയത് കാരണം അപ്പോഴെഴുതാൻ പറ്റിയില്ലല്ലോ. അതിന് പേരെന്താ അവളുടെ? അവനും അപ്പോഴാണ് അത് ആലോചിക്കുന്നേ. ആവോ, അറിയണമെങ്കിൽ കൊച്ചിന് ബോധം വരണം. പക്ഷേ നീ അവളുടെ ഭർത്താവെന്ന് പറഞ്ഞതുകൊണ്ട് നെയിം പറഞ്ഞേ പറ്റൂ. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു കൊടുക്ക്, എന്നിട്ട് അവൾക്ക് ബോധം വന്നിട്ട് നമുക്ക് ചോദിക്കാം, അവൻ പറഞ്ഞു. എന്നാൽ നീ പറ, എനിക്ക് ഈ പെണ്ണുങ്ങളുടെ പേരൊന്നും അറിയില്ല. ആരോൺ അല്പം ജാടയിട്ടുകൊണ്ട് പറഞ്ഞു. ഉവ്വ കള്ളക്കോഴി, നിനക്കാകെ അറിയുന്നത് സണ്ണി ചേച്ചിയുടെ അല്ലേ? പോടവിടുന്ന്. പാവം ആദ്യം ഉത്തരം പറഞ്ഞിട്ടാണ് ഒന്നുകൂടെ അവൻ പറഞ്ഞത് ആലോചിച്ച് നോക്കിയത്. ആരോൺ അവനെ നോക്കി പേടിപ്പിച്ചു. അവൻ അന്തസ്സായി ചിരിച്ചു കാണിച്ചു. അത് കണ്ട് അവനും ചിരിച്ചുപോയി. പണ്ടും അങ്ങനെയാണ്, എന്തിനും ഏതിനും താങ്ങും തണലുമായി ഒപ്പമുണ്ടാവും രണ്ടും. ഡാ ഒരു പേര് പറഞ്ഞതാ, ആരോൺ വീണ്ടും ചോദിച്ചു. അവൻ ആദ്യം മനസ്സിൽ ഓടി വന്നത് അവളുടെ ആ നീല മിഴികളാണ്. മിഴി, ആഹാ നല്ല നെയിമാണല്ലോ. പക്ഷേ ഒറിജിനൽ നെയിം എന്താവും? അവൻ ചോദിച്ചു. അറിയില്ലല്ലോ, ആരോൺ മറുപടി കൊടുത്തു.